സർ, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാക് സംഘർഷം, ഇതിലൊക്കെ ഇന്ത്യയുടെ ഒരു മികവ് അല്ലെങ്കിൽ യുദ്ധസന്നാഹമായി നിൽക്കുന്ന രീതിയിൽ ഇന്ത്യ എത്രത്തോളം സജ്ജമാണ് എന്നൊക്കെയുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ സാറിനോടുള്ള എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു എന്നാണ് ലോകരാജ്യങ്ങളും ചില മാധ്യമ റിപ്പോർട്ടുകളും ഒക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുക മാത്രമാണോ രാജ്യത്തിന്റെ ഒരു സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറയ്ക്കൊക്കെ വേണ്ടി ചെയ്തത്? നമസ്കാരം. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നാം എല്ലാം അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി അത് പുറത്തുനിന്ന് വാങ്ങിച്ച ആയുധങ്ങളായിക്കോട്ടെ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ ആയുധങ്ങളായിക്കോട്ടെ, അവയുടെ കൃത്യതയും ഇഫക്റ്റീവ്നെസ്സും ആണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ആ യുദ്ധം ജയിക്കുന്നതിൽ നമ്മെ വളരെയധികം സഹായിച്ച ഒന്നെന്ന് എല്ലാവരും അഭിമാനത്തോടുകൂടി പറയുണ്ടായി. എന്തുകൊണ്ട് ഈ കഴിവ് നമുക്കുണ്ടായി എന്ന് ഇനിയെങ്കിലും നാം ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ട് എങ്ങനെ ആ കഴിവ് നമുക്കുണ്ടായി? നമ്മൾ എവിടെയാണ് നിന്നിരുന്നത്? നമ്മുടെ കഴിവുകൾ ഡിഫൻസ് രംഗത്ത് മാത്രമായി ചുരുങ്ങിപ്പോയതാണോ? അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറയാൻ കാരണം 2014 ഫെബ്രുവരി സമയത്ത് AK ആന്റണി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു. ആ സമയത്ത് അത്യാവശ്യമായിട്ട്, അതായത് നമ്മുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സിനൊക്കെ വളരെ ഷോർട്ടേജ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ അന്ന് കാശില്ല. അപ്പോൾ 126 റഫാൽ വിമാനങ്ങൾ, ബോംബൊന്നും കൂടാതെ, അതിന്റെ സംവിധാന ആമിനേഷൻ ഒന്നും കൂടാതെ 126 റഫാൽ വിമാനങ്ങൾ വാങ്ങണമെന്ന ഒരു ആവശ്യം ഉയർന്നപ്പോൾ അന്ന് AK ആന്റണി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ പ്രതിരോധത്തിന്റെ 98-6% ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ കാശില്ല, വലിയ ചെലവുകളൊന്നും നടത്താൻ കാശില്ല. കാശ് വന്നാൽ മാത്രമേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ 2014 ഫെബ്രുവരിയിലെ സംഭവത്തിൽ നിന്നാണ്, ആ സമയത്താണ് ഇലക്ഷൻ വരികയും മോഡി അധികാരത്തിൽ വരികയും ചെയ്യുന്നത്. ആ യാത്ര എങ്ങനെയായിരുന്നു നമുക്കൊന്ന് മൊത്തത്തിൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പൊ നമുക്ക് ഈ സാമ്പത്തിക വളർച്ചാ രംഗത്ത് നമുക്കുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ കുതിപ്പ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. 2022 UK ബ്രിട്ടനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി. ഇത് 2014 നമുക്ക് ആലോചിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. ചൈനയുടെയൊക്കെ വളർച്ച കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 23-24 പൂർണ്ണമായും വന്നത്. അപ്പൊ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോത്ത് എന്നാണ് പറയുക. അത് 7.6%. ഇത് ഇന്ന് ലോകത്തില് ഏറ്റവും വേഗതയായി വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇങ്ങനെ പണ്ട് ചൈന 8-9 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 4-5 സമയത്ത് എങ്ങനെ നമ്മൾ ഇവരുമായിട്ട് ഭാവിയിൽ മത്സരിക്കും എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. ഇന്ന് ലോകത്തെ ഏറ്റവും സ്പീഡിൽ വളരുന്ന, അതായത് GDP 7.6 വേറെ ഒരു രാജ്യമില്ല. വേറൊരു രാജ്യം, ഒരു മെയിൻ രാജ്യമില്ല. ചെറിയ രാജ്യങ്ങൾ ചില സമയത്ത് ചിലത് ഉണ്ടാവുമായിരിക്കും, അതിൽ കാര്യമില്ല. നമ്മുടെ ആളോഹരി വരുമാനം എന്ന് പറയും, പെർ ക്യാപിറ്റ ഇൻകം, 2014, ഞാൻ ഈ മോദി വന്ന സമയം തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. 2014 മുതൽ നമ്മുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഏകദേശം ഇരട്ടിയായി. 86,647 ആയിരുന്നു 2014. ഇപ്പോൾ അത് 1.7 ലക്ഷത്തിലധികമാണ് ആളോഹരി വരുമാനം. എന്നാലും ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, ആ ഈ വരുമാനത്തിലെ ഒരു ഇൻഇക്വാലിറ്റി, അതായത് ഒരു അസമത്വമുണ്ട്. അതായത് ആളുകൾ സമ്പാദിക്കുന്നതിൽ, ഇന്ത്യയിലെ ആളുകൾ സമ്പാദിക്കുന്നതിൽ ഒരു അസമത്വമുണ്ട് എന്നുള്ള സത്യം നിലനിൽക്കെ തന്നെയാണ് ഇത് പറയുന്നത്. 2, നമ്മുടെ എക്കണോമിയെ ഒരു ഔപചാരികമാക്കി, അതായത് ഫോർമലാക്കി എന്ന് പറയും. അങ്ങനെ ധാരാളം ചില കാര്യങ്ങൾ മോദി സർക്കാർ ചെയ്തു. ഒന്ന് GST എന്ന് പറയാൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എന്താണ്? ചരക്ക് സേവന നികുതി.
2017 GST കൊണ്ടുവന്നത്. രാജ്യത്ത് ഒരേപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ പരോക്ഷ നികുതി സമ്പ്രദായം, ഇൻഡയറക്ട് ടാക്സസ് എന്ന് പറയും, അതുകൊണ്ട് യൂണിഫൈഡ് ഇൻഡയറക്ട് ടാക്സസിനെയാണ് ഒരുപോലെയുള്ള പരോക്ഷ നികുതി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത് നികുതി അടയ്ക്കുന്നത് കൂടുതൽ എളുപ്പമാക്കി. തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ നികുതി വെട്ടിച്ചവന്മാരെല്ലാം പെട്ടിലായി. ഇന്ന് നികുതി അടയ്ക്കാത്ത ഒരുത്തന്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചാൽ നിങ്ങൾക്ക് GST ഇൻപുട്ട് കിട്ടൂല. പ്രോപ്പറായിട്ട് നികുതി അടയ്ക്കുന്നവന്റെ കയ്യിൽ നിന്ന് മാത്രമേ കച്ചവടം നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിലുള്ള കുഴപ്പം അവൻ GST അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടൂ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട, കച്ചവടക്കാർക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോ മര്യാദക്കാരനടുത്ത് മാത്രമേ ഇന്ന് കച്ചവടം ചെയ്യൂ ആളുകൾ എന്ന ഒരു നില കൊണ്ടുവന്നത് അപാരമായ ഒരു അതിനകത്ത് നമ്മുടെ IAS കാരുടെയും ഇന്ത്യൻ റവന്യൂ സർവീസിലൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സേവനം ഇല്ല എന്നും പറയുന്നത്. പക്ഷെ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി വളരെ പ്രധാനമായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2025 ഏപ്രിൽ നമ്മുടെ GSTയുടെ പിരിവെന്ന് പറയുന്നത് 2.37 ലക്ഷം കോടിയിലധികമാണ്. 2.37 ലക്ഷം കോടി. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനം കിട്ടുന്ന, സർക്കാരിന് വരുമാനം കിട്ടുന്ന തുകയാണ്. ആദായ നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം ഈ ഒരു ദശാബ്ദത്തിനുള്ളിൽ നേരെ ഇരട്ടിയായി. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യക്ക് കാശ് വന്ന് ചേർന്ന്. ടാക്സ് ആണല്ലോ ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. അങ്ങനെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കാശ് വന്ന പിന്നെ സർക്കാർ കമ്പനികളിലുള്ള ലാഭവിഹിതവും വരും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഈ നികുതിയാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന ഇൻകം ടാക്സ്, ഇൻഡയറക്ട് ടാക്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് GST. അത് വളരെ കൂടി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇന്ത്യ ലോകത്തെ 5ാമത്തെ ശക്തിയാണ്. പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ ശക്തിയാണെന്ന് പറയും. അതിനെയാണ് പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. PPP എന്ന് പറയും. ഇത് അധികം നമ്മളാരും സംസാരിക്കാറില്ല. എന്താണ് PPP? ഒരു ശരിക്കും ഒരു സമ്പൂർണമായ ഒരു നേരത്തെ ഭക്ഷണം ഇന്ത്യയിൽ 150 രൂപ കിട്ടുമെങ്കിൽ 150 രൂപ കൊടുത്താൽ കിട്ടുമെന്ന് വെച്ചോളൂ. സാധാരണ ഒരു കടയിൽ അത്യാവശ്യത്തിന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ, ഞാൻ 5 സ്റ്റാർ ഹോട്ടലിന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്, സാധാരണ ഒരു സ്ഥലത്ത് പോയാൽ 150 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ഇഷ്ടം പോലെ സ്ഥലം, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതുണ്ട്. അമേരിക്കയിൽ ഇതിനൊരു $15 വരുമെന്ന് വെച്ചോ. അതായത് ഇത് കാണിക്കുന്നത് $15 അമേരിക്കയിൽ കൊടുക്കുന്ന സാധനം, $15 എന്ന് പറയുമ്പോൾ 15 × 83 ഏകദേശം ഒരു 1200 രൂപ അടുപ്പിച്ച് വരുമെന്ന് വെച്ചോ. 1200 രൂപ 1300 രൂപയ്ക്ക്, ഞാൻ കണക്ക് കൂട്ടിയിട്ടല്ല പറയണേ, നല്ല റഫ് കണക്കാണ്. അപ്പൊ നമ്മുടെ ഇവിടെ 150 രൂപയ്ക്ക് കിട്ടുന്ന ഭക്ഷണമാണ് അവിടെ 1300 രൂപയ്ക്ക് കിട്ടുന്നതെന്ന് വെച്ചോ. അപ്പൊ ഇത് എന്താണ് ഇതിനെയാണ് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ, അതായത് ഇന്ത്യയിൽ സേവനങ്ങൾക്കും സാധനങ്ങൾക്കും പൊതുവെ അമേരിക്കയിലേക്കാളും വില കുറവാണ്. നിങ്ങൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും വിട്ടോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും വിട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. അപ്പോ നമ്മൾ പറയും നമ്മുടെ ഇപ്പോഴത്തെ GDP എന്ന് പറയുന്ന $4.2 ട്രില്യൺ ആണ്. നമ്മൾ 5 ട്രില്യൺ എക്കണോമിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ പർച്ചേസ് പവർ പാരിറ്റിയും കൂടെ കാണിച്ച് കണക്കാക്കുമ്പോൾ ഇത് ഏകദേശം $13 ട്രില്യൺ വരും. അതുകൊണ്ട് പല വികസിത രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യയിൽ സേവനങ്ങൾക്കും സാധനങ്ങൾക്കും കുറവാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചൈനയാണ് ഏറ്റവും മുന്നിൽ, അത് കഴിഞ്ഞ് അമേരിക്ക, അത് കഴിഞ്ഞ് വരുന്നത് ഇന്ത്യയാണ്. ഇത് പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തൊരു സത്യമാണ്. ഈ പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാത്രമല്ല ദേശീയപാതകൾ. നമുക്ക് 2014 ഒരു ദിവസം 12 കിലോമീറ്റർ ആണ് റോഡുകൾ നിർമ്മിച്ചിരുന്നത്. ഒരു ദിവസം 24 മണിക്കൂറിൽ 12 കിലോമീറ്റർ റോഡ് പുതുതായിട്ടുണ്ടാക്കും. ഇന്ന് അതിപ്പം 30 കിലോമീറ്ററിലധികമാണ്. റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം, പണ്ട് കണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷനുകളല്ല ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനുകൾ. അവയെല്ലാം വന്ദേ ഭാരത് ട്രെയിനുകൾ, അങ്ങനത്തെ ധാരാളം പുതിയ ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. റെയിൽവേ സ്റ്റേഷനുകളൊക്കെ അറിയാം, പഴയതുപോലൊന്നും അല്ല. നമ്മുടെ കേരളത്തിലെ ആ റെയിൽവേ സ്റ്റേഷന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ എറണാകുളത്ത് അത് ശരിയാകാത്തത് കൊണ്ട് അയാളെ മാറ്റി, ആ കോൺട്രാക്ടർ മാറ്റി, സ്പീഡ് പോരാത്തത് കൊണ്ട് പുതിയ ലൈനുകൾ, ധാരാളം ലൈനുകൾ, പ്രധാനപ്പെട്ട ലൈനുകളെല്ലാം വൈദ്യുതീകരിച്ചു. എയർപോർട്ടുകളുടെ എണ്ണം 2014 74 എണ്ണം മാത്രമായിരുന്നു. ഇന്നിപ്പോ അത് 149 എണ്ണമാണ് എയർപോർട്ടുകളുടെ, ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം. ഇനി ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, അല്ലെ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കറിയാം ഈ UPI, ഇന്ന് എല്ലാവരും ഗൂഗിൾ പേയും ഫോൺ പേയും വെച്ചിട്ടാണ്. പണ്ട് ആളുകൾ ഹസിച്ച് പറഞ്ഞിരുന്നു, മീൻ കച്ചവടക്കാരുടെ നിന്നും
പച്ചക്കറിക്കാരൻ്റെ ഒന്നും അങ്ങനെയാണോ? ഇന്ന് നിങ്ങൾക്കറിയാം, ഏത് പെട്ടിക്കടയിൽ പോയാലും UPI ഇല്ലാതെ കാര്യം നടക്കില്ല, ചില്ലറയില്ല ആരുടെയും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു മാസം 10 ബില്യൺ ഇടപാടുകൾ, 10 ബില്യൺ ഇടപാടെന്ന് പറഞ്ഞാൽ 1000 കോടിയുടെ ഇടപാടുകൾ, 1000 കോടി ഇടപാടുകൾ നടക്കുമെന്ന്. 10 ബില്യൺ എന്ന് പറയുമ്പോൾ ഇതൊരു നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ നമ്പറാണ്. ഭാരത് നെറ്റ് പദ്ധതി, ഇന്ന് 2 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിലേക്ക് ഫൈബർ ഒപ്റ്റിക് കണക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നടന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ എനർജി ആൻഡ് സെൽഫ് റിലയൻസ്, നമ്മുടെ എനർജിയിലുള്ള സ്വാശ്രയത്വം, ഊർജവും സ്വാശ്രയത്വവും, അത് നമ്മൾ നോക്കണേ. സോളാർ ആൻഡ് റിന്യൂവബിൾ എനർജി ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്ന വളരുന്ന ഒരു രാജ്യം. ഇന്നൊരു ഇന്ത്യയുടെ ലോകത്തിന്റെ നേതാവാണ് ആ കാര്യത്തിൽ. ചൈനയിലുണ്ട് കുറെയൊക്കെ, പക്ഷെ എന്നാലും ആ വളർച്ച നിരക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിലാണ്. 2014 2.6 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നത് 2024 73 മാറി, 73 ജിഗാവാട്ട്. ഈ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ ലോകത്ത് ഇന്ത്യ 4ാം സ്ഥാനത്താണ്. പക്ഷെ ഏറ്റവും അധികം സ്പീഡിൽ വളരുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ വൈദ്യുതീകരണം 2018 100% ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കപ്പെട്ടു. ഈ ഉജ്ജ്വല യോജന എന്ന് പറയുന്നത് ഗ്രാമീണ വീടുകളിലേക്ക് LPG കണക്ഷൻ 9 കോടിയിലധികം വീടുകളിലേക്കാണ് പാചകവാതം നൽകിയത്. നിങ്ങൾക്കറിയാം, പുകയില്ലാത്ത അടുപ്പുകൾ ഉപേക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു വലിയ ഇതുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ പ്രതിരോധം. ഇത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ പ്രതിരോധത്തിനെ പറ്റി സംസാരിക്കേണ്ടത്. പ്രതിരോധത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നത്, നമുക്കറിയാം റഫേൽ ജെറ്റുകൾ ഉണ്ടാക്കിയത്, അപ്പാച്ചെ ഹെലികോപ്റ്റർ, ചിനൂക്ക് ഹെലികോപ്റ്റർ, നമ്മുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം, ഇതെല്ലാം ഉണ്ടായി. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബ്രഹ്മോസ് മിസൈലുകൾ, എല്ലാ സ്ഥലത്തും കരയിലും കടലിലും ആകാശത്തും പ്രയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈല്, നമ്മുടെ ഇവിടെ തന്നെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ധാരാളം കാര്യങ്ങളെ പറ്റി, തേജസ് വിമാനം, ധനുഷ് എന്ന് പറയുന്ന ഭീരങ്കി, INS വിക്രാന്ത്. ലോകത്തില് ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് ഇന്ന് INS വിക്രാന്ത്, കൊച്ചിയിലാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ വലിയ പ്രധാനപ്പെട്ട ടണലുകൾ, അടൽ ടണൽ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള വലിയ വികസനമാണ് ഉണ്ടായത്. ഇനി മേക്ക് ഇൻ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ 200-ലധികം മൊബൈൽ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക്. മൊബൈൽ ഉണ്ടാക്കുന്ന 200-അധികം കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ വലിയ മൊബൈൽ ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഉണ്ടാക്കുന്ന 2ാമത്തെ രാജ്യമാണ് ചൈന കഴിഞ്ഞ്. അപ്പൊ അതുപോലെ തന്നെ PLI സ്കീം എന്ന് പറയും, അതായത് ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങൾ ഗവൺമെന്റ് നൽകുന്ന, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഫാർമ, മരുന്ന്, ഇതൊക്കെ മേഖലയിൽ നമ്മൾ വൻ പുരോഗതിയാണ് ഈ PLI സ്കീം കൊണ്ട് ഉണ്ടാക്കിയത്. സെമി കണ്ടക്ടർ നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സെമി കണ്ടക്ടർ. അത് തൈവാനാണ് ഇതിന്റെ ആശാന്മാര്. നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണം, അതായത് ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കുന്നത് ഗുജറാത്തിൽ അതിന്റെ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി PM കിസാൻ യോജന എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ, നമ്മൾ കൃഷി മേഖലയിൽ വരും 11 കോടിയിലധികം കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ വരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സഹായം ചെയ്തു സർക്കാർ. PM കൃഷി സിഞ്ചായിനി യോജന എന്ന് പറഞ്ഞിട്ട് ജലസേചന സൗകര്യങ്ങൾ ധാരാളമായിട്ട്, ജലസേചന സൗകര്യങ്ങളില്ലാതെ ആഹാരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളം സബ്സിഡി 2023-24 സാമ്പത്തിക വർഷത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ സബ്സിഡിയാണ് കർഷകർക്ക് നൽകിയത് വളം മേടിക്കാൻ വേണ്ടി. ഇത് ലോകത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ്. അതുപോലെ തന്നെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ച സേവനങ്ങൾ, സാമൂഹ്യ സുരക്ഷ, ക്ഷേമം, അതായത് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാലോ, ഡയറക്റ്റ് ആയിട്ട് 2.7 ലക്ഷം കോടി രൂപയുടെ ചോർച്ചയാണ്. അതായത് ഈ പലപ്പോഴും സർക്കാർ നൽകുന്ന സബ്സിഡികളും ആനുകൂല്യങ്ങളും സാധാരണക്കാരിൽ എത്തുമ്പോഴത്തേക്ക് അടിച്ചോണ്ട് പോകും, ഇടനിലക്കാർ അടിച്ചോണ്ട് പോകും. ആ അടിച്ചോണ്ട് പോകുന്നത് തടഞ്ഞെന്ന് പറഞ്ഞാൽ 2.7 ലക്ഷം കോടി രൂപയുടെ ചോർച്ചയാണ് ഈ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തത്. അതിന് ഗുണം ഉണ്ടായെങ്കിൽ ജൻധൻ യോജന എന്ന് പറഞ്ഞ ഏകദേശം 50 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഡയറക്റ്റ് ആയിട്ട് ആളുകളെ കൊണ്ട് തുടങ്ങിപ്പിച്ചു. ഇനി ആയുഷ്മാൻ പദ്ധതി, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് 55 കോടിയിലധികം ആളുകൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ ആയുഷ്മാൻ ഭാരത്. അപ്പൊ അതുപോലെ തന്നെ ഇനി മറ്റേ വ്യാവസായിക വളർച്ചയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റീലിന്റെ ഉൽപാദനം, ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ 2ാമത്തെ സ്റ്റീൽ ഉൽപാദകരായിട്ട് മാറിക്കഴിഞ്ഞു. റിക്കാർഡ് കയറ്റുമതി, നമ്മുടെ ചരക്ക് കയറ്റുമതി 450 ബില്യൺ ആണ് കഴിഞ്ഞത്.
450 ബില്യൺ 2022-21 1 ബില്യൺ എന്ന് പറയുന്നത് 8,300 കോടി രൂപയാണ്. 8,300 കോടി രൂപയാണ് 1 ബില്യൺ. അങ്ങനെ 450 ബില്യൺ ആണ് ചരക്ക് കയറ്റുമതി. ഇനി സർവീസിന്റെ കയറ്റുമതിയാണെങ്കിൽ 320 ബില്യൺ ആണ്. അപ്പോ നമ്മള് ഈ സ്വയംഭരണം, നമ്മൾ തന്ത്രപരമായ ഓട്ടണം, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു സങ്കല്പം വന്നു. അത് മാത്രമല്ല, നമ്മൾ G20 അധ്യക്ഷ സ്ഥാനം 2023 ഏറ്റെടുത്തു. നേരിട്ടുള്ള വിദേശ നിക്ഷേപം FDI എന്ന് പറയും. ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നിട്ട് പോലും 2021-22 $85 ബില്യൺ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന നിക്ഷേപം. ഞാൻ പറയായിരുന്നു 1 ബില്യൺ എന്ന് പറയുമ്പം 8,300 കോടിയാണ്. ഇപ്പോഴും നമുക്ക് വെല്ലുവിളികളുണ്ട്. ഇപ്പൊ നഗരങ്ങളിലെ തൊഴിലില്ലായ്മയൊക്കെ ഉണ്ട്, വർദ്ധിച്ചു വരുന്ന അസമത്വം. അതായത് ഇന്ത്യയുടെ 40% സമ്പത്തിന്റെ 40% ആക്ച്വലി ധനികരായ 1% പേരുടെ കയ്യിലാണ് എന്നുള്ള സത്യം നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും നമ്മുടെ സർക്കാരിന്റെ ചെലവ് കൂട്ടണം. ഇപ്പം വിദ്യാഭ്യാസത്തിന് 2.9% GDP-യുടെ ചെലവാക്കുന്നത്. ആരോഗ്യത്തിനാണെങ്കിൽ 3.1. ഇത് വർദ്ധിക്കേണ്ടതുണ്ട്. ഇറക്കുമതി, നമ്മൾ സെമി കണ്ടക്ടർ, പലപ്പോഴും ക്രൂഡ് ഓയില്, അല്ലെങ്കിൽ പ്രതിരോധ സാങ്കേതിക വിദ്യ, ഇവയൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറണം. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ ആ യുദ്ധം ജയിച്ചത് നമ്മൾ ശക്തരായതുകൊണ്ടാണ്, സാമ്പത്തികമായി ശക്തി പ്രാപിച്ചതുകൊണ്ടാണ്. സാമ്പത്തികമായി ശക്തിയുള്ളവന്റെ കയ്യിൽ മാത്രമേ ബലമുണ്ടാവും, ആയുധബലമുണ്ടാവും. ആയുധബലമുള്ളവന് മാത്രമേ സമ്പത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്തരം ഒരു വലിയ സങ്കല്പം നമ്മൾ കെട്ടിപ്പടുത്തത് കൊണ്ടും കൂടെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇത്ര ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.